നമസ്കാരം. ഇന്ത്യ അതീവ ജാഗ്രതയോടെ നിരീക്ഷണം ശക്തമാക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം ജമ്മു കശ്മീരിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം രൂക്ഷമാക്കുകയാണ്. ജൂൺ 9 മുതൽ ജമ്മു കശ്മീരിൽ റിയാസിയിൽ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയുണ്ടായ ആക്രമണം ഉൾപ്പെടെ 4 ഭീകരാക്രമണങ്ങൾക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. ഈ ആക്രമണങ്ങളെല്ലാം ജമ്മുവിലാണ് നടന്നത്. ഇത് കശ്മീരിൽ നിന്നുള്ള തീവ്രവാദികളുടെ ശ്രദ്ധ മാറുന്നു എന്നതിന്റെ തെളിവാണ്. കേന്ദ്രത്തിലെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത ജൂൺ 9 മുതൽ പാകിസ്ഥാൻ ആക്രമണങ്ങൾ കടുപ്പിക്കുകയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ ഇപ്പോൾ സുരക്ഷാ സേനയെയും നിരപരാധികളായ സാധാരണക്കാരെയും ലക്ഷ്യമിടുന്നു എന്നതാണ് വർദ്ധിച്ചുവരുന്ന ആശങ്ക. ജൂൺ 9-ന് ലക്ഷറി തൊയ്ബ സിവിലിയൻ ബസ്സിന് നേരെ ഭീകരാക്രമണം നടത്തി. 9 മരണങ്ങളും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ശിവ്ഖോരി ക്ഷേത്രത്തിൽ നിന്ന് കത്രയിലെ മാതാ വൈഷ്ണവ് ദേവി ക്ഷേത്രത്തിലേക്ക് ഹിന്ദു തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സിന് നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. ജമ്മു കശ്മീരിൽ കൂടുതൽ സംഘർഷം ഉടലെടുക്കുമെന്ന് അധികൃതർ കരുതുന്നുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് കുറുകെയുള്ള ലോഞ്ച് പാഡുകളിൽ 60 മുതൽ 70 വരെ ഭീകരർ സജീവമാണെന്ന് ജമ്മു കശ്മീർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് RR സ്വെയിൻ പറഞ്ഞത് രാജ്യം അതീവ ശ്രദ്ധയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്തുകൊണ്ട് ജമ്മു? ഈ സാഹചര്യത്തിൽ അതൊരു വലിയ ചോദ്യമാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ തന്ത്രം കശ്മീർ താഴ്വരയിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക എന്നതായിരുന്നു. അടുത്തിടെയായി കശ്മീരിൽ സുരക്ഷാ സേന ശക്തമായി പിടിമുറുക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ജമ്മുവിൽ തീവ്രവാദികൾ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 2023 43 ഭീകരാക്രമണങ്ങളും 2024 ഇതുവരെ 20 ഭീകരാക്രമണങ്ങളും. ജമ്മു മേഖലയിലെ വിശാലവും സങ്കീർണവുമായ ഭൂപ്രദേശം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ മുതലെടുത്ത് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും ഇടയ്ക്കിടെ തുരങ്കങ്ങൾ ഉപയോഗിച്ച് സായുധ ഭീകരരെ അയക്കുകയാണ്. ഡ്രോണുകൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കി. തീവ്രവാദികൾ നുഴഞ്ഞുകയറി പ്രാദേശിക ഗൈഡുകളുടെ സഹായത്തോടെ ഒളിത്താവളങ്ങളിൽ നിന്ന് ആയുധങ്ങൾ ശേഖരിക്കാനും പ്രാപ്തരായിരിക്കുന്നു. ഇപ്പോൾ ജമ്മു കശ്മീർ പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും കാര്യമായ നിരീക്ഷണം ഉണ്ടായിരുന്നിട്ടും ജമ്മു സെക്ടർ ഒരു വെല്ലുവിളി നിറഞ്ഞ മേഖലയായി തുടരുകയാണ്. മൊബൈൽ ഫോണുകൾ ഒഴിവാക്കുകയും കുറഞ്ഞ പ്രാദേശിക പിന്തുണയോടെ സ്വയം പര്യാപ്തതയെ ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ ലഷ്കർ ജെയ്ഷെ ഭീകരരെ ട്രാക്ക് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. ഇത് സുരക്ഷാ സേനയെ അവരുടെ സ്റ്റാൻഡേർഡ്സ് ഓപ്പറേറ്റിംഗ് നടപടിക്രമം പരിഷ്കരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. രജൌരി പൂഞ്ചിൽ പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ആരും ഇറങ്ങാത്ത കാടുകളിൽ പോലും സേന തമ്പടിച്ചിട്ടുണ്ട്. മഴക്കാലത്തിന് മുന്നോടിയായിട്ട് കനത്ത നുഴഞ്ഞുകയറ്റം ആരംഭിച്ചതായി അതിർത്തി മേഖലയിലെ അധികൃതർ സൂചനകൾ നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ കൺസേർട്ടിന വയർ അതേപോലെ ഇൻഫ്രാറെഡ് ലൈറ്റുകൾ തുടങ്ങിയ അതിർത്തി നിരീക്ഷണ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താൻ ഭീകരർ മൺസൂൺ കാലഘട്ടത്തിനായിട്ട് കാത്തിരിക്കാറുണ്ട്. ഓരോ ഗ്രാമത്തിലും സ്രോതസ്സുകളുടെ ഭൗതിക ശൃംഖല സ്ഥാപിക്കുകയും വില്ലേജ് ഡിഫൻസ് കമ്മിറ്റിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത് പ്രാദേശിക പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. കിഷ്ത്വാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുൾ മുജാഹിദിന്റെ A++ വിഭാഗത്തിലെ തീവ്രവാദി കമാൻഡറായ 59-കാരനായ ജഹാംഗീർ സറൂരി ഒളിവിലുമാണ്. മേഖലയിൽ ഭീകരവാദം പുനരുജ്ജീവിപ്പിച്ചതിന് പിന്നിൽ ഇയാളാണെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. 92 മുതൽ സജീവമായ സറൂരി അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് കാര്യമായ പ്രതിഫലം ഉണ്ടായിരുന്നിട്ടും സൈന്യത്തിന്റെ പിടിയിലായിട്ടില്ല ഇതുവരെ. സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പിന്നിലേക്ക് ഷൂ ധരിക്കുന്നത് പോലെയുള്ള തന്ത്രങ്ങൾക്ക് പേരുകേട്ട സറൂരി ഒരു നോട്ടപ്പുള്ളിയാണ്. സറൂരി ഒളിവിൽ കഴിയുമ്പോൾ പാകിസ്ഥാൻ ഭീകരരിൽ നിന്നുള്ള ഭീഷണി കൂടുതൽ ശക്തമാണെന്നാണ് സുരക്ഷാ സേന കരുതുന്നത്. പ്രാദേശിക ജനതയുടെ പിന്തുണ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിർണായകമാണ്. പാകിസ്ഥാന് കശ്മീരിൽ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ബോധം വന്നതോടുകൂടിയാണ് മറ്റിടങ്ങളിലേക്ക് മാറുന്നത്. തീവ്രവാദികൾ അതിർത്തിയും നിയന്ത്രണ രേഖയും കടക്കുകയാണ്. പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റങ്ങൾ തുടർക്കഥയാക്കുകയാണ്. സാംബ, ഹീരാനഗർ, രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റം ശക്തമായി നടക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ സംഘർഷഭരിതമായി തുടരുകയുമാണ്. പ്രദേശത്തെ ഭീകരതയെ ചെറുക്കാനുള്ള ശ്രമങ്ങളിൽ പ്രാദേശിക ജനതയുടെ പിന്തുണയോടെ സുരക്ഷാ സേന അതീവ ജാഗ്രതയിലുമാണ്. എന്തായാലും പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരരെ കയറ്റിവിടുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ്. എന്നാൽ ഒരാളെ പോലും വെറുതെ വിടാതെ ഇന്ത്യൻ സൈന്യം കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ഭീകരതയുടെ വിത്ത് ഇന്ത്യൻ മണ്ണിൽ ഉറപ്പിക്കാം എന്നുള്ള പാകിസ്ഥാന്റെ മോഹം വെറും വ്യാമോഹമായി തുടരുക തന്നെ ചെയ്യും. ശക്തമായ നീക്കങ്ങളിലൂടെ പ്രതിരോധ കവചം സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ അതിർത്തിയെ സുരക്ഷിതമാക്കി നിർത്തുകയും ചെയ്യും.